വരാന്തയിലിരുന്ന് 2 തിരുമ ഒറ്റ ഒരു പിടുത്തം ഒരു മിനുക്ക് 5 മിനിറ്റ് കഴിഞ്ഞപ്പം 22 കാറ്റ് സ്വർണ്ണാഭരണം പോലെ ക്ലാവ് പോയി ഓട്ടുവിളക്ക് തിളങ്ങാൻ തുടങ്ങി. രാത്രി ഉല്ലാസ സമയത്ത് ഞങ്ങൾ ചോദിച്ചു, ഇത്രയും ആരോഗ്യമില്ലാത്ത നീ 2 പിടുത്തത്തിന് എങ്ങനെയാ അതിൻ്റെ ക്ലാവ് കളഞ്ഞത്? അവൻ പറഞ്ഞു, ആരോടും മിണ്ടരുത്, സുപ്പീറച്ചൻ്റെ മോന്തയാന്നോർത്ത് ഒറ്റപ്പിടുത്തം പിടിച്ചപ്പം ക്ലാവും പോയി, ചെടിയും പോയി, കരിയും പോയി, പുകയും പോയി. അപ്പം എന്തിനു വേണ്ടി അനുഭവങ്ങൾ തരിക? അകത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, അഹംഭാവത്തെ ഇല്ലാതാക്കാൻ, ഞാൻ ഭാവത്തെ ഇല്ലാതാക്കാൻ. അപ്പോൾ വിശ്വാസത്തിൽ വളരണോ, ദൈവാനുഭവത്തിൽ വളരണോ, ആദ്യം അകത്തെ നമ്മൾ ഉപേക്ഷിക്കുക. അകത്തെ മാത്രം പോരാ, ജഡത്തെയും ഉപേക്ഷിക്കണം. അകത്തെയും ജഡത്തെയും ഉപേക്ഷിച്ചു. എന്താണ് ജഡത്തെ ഉപേക്ഷിക്കുക? ശരീരത്തെയും അതിൻ്റെ വാസനകളെയും വെടിയണം. അബ്രഹാമിനെ സംബന്ധിച്ച് 80-85 സ്വന്തം ദേഹത്തോട് നോക്കിയപ്പം വയറിങ്ങിനുള്ള വയർ തെളിഞ്ഞു നിൽക്കുന്ന പോലെ കുറേ ഞരമ്പ്. സാറായുടെ മുഖത്തോട് നോക്കിയപ്പം ഉണങ്ങിയ കശുവണ്ടി പോലത്തെ ഒരു മോന്ത. സാറായാലും പ്രതീക്ഷയില്ല, സ്വന്തം ദേഹത്തിലും പ്രതീക്ഷയില്ല, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ മാത്രം പ്രതീക്ഷ. അകത്തെ മറക്കുന്ന പോലെ ജഡത്തെയും നമ്മൾ മറക്കണം. പലപ്പോഴും നമ്മളൊക്കെ ശരീരത്തെക്കുറിച്ച് എന്തോ ഒരു ടെൻഷൻ വെച്ചുകൊണ്ടിരിക്കുന്നവരാ മനുഷ്യർ. ചില ആൾക്കാരുടെ ഓർമ്മ ജീവിതം എന്ന് വെച്ചാൽ ദേഹമാ കരുതുന്നവരുണ്ട്. എന്തോ ഒരു ടെൻഷനാ, ഒന്ന് വേർത്താൽ മതി, പ്രഷറിൻ്റെ ആരംഭമാണോ ഇങ്ങനെ വേർക്കുന്നു, കിടന്നപ്പം ഞരമ്പൊന്ന് തെറ്റുക, അറ്റാക്കാണോ, ഈ ഭാഗത്ത് തന്നെ ഒരു നൊമ്പരം, ഊരിയുടെ തുണിയിലൂടെ 2 ഉറുമ്പ് കയറിപ്പോയാൽ മതി, അയ്യോ ഉറുമ്പ് കയറി പോന്നു, ഷുഗറിൻ്റെ ആരംഭമാണോ അല്ലയോ, 2 ചുമച്ചാൽ മതി, അയ്യോ TVയുടെ ആരംഭമാണ്. നമുക്കറിയാം പണ്ടത്തേതുപോലല്ല, ഇന്ന് ചുമ അങ്ങനെ വരികയില്ല, അധികം വന്നാൽ 2 ചുമയൊക്കെ വർഷത്തിൽ വരൂ, 1 ചുമ 6 മാസം നിൽക്കും. അതാണ് ഇന്നത്തെ അവസ്ഥ. ഇപ്പോൾ ചുമച്ചാൽ TVയുടെ ആരംഭമാണ്. എന്തോ ഒരു ടെൻഷനാണ് ചില ആൾക്കാർ. 1000 മൈൽ ദൂരെ ഒരു ഗുഹയുണ്ടെന്നും പറഞ്ഞ് ഇവിടം തൊട്ടേ കുനിയാൻ തുടങ്ങുന്ന മനുഷ്യരെ കാണാം. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ജഡത്തെക്കുറിച്ചുള്ള അമിതമായ ചിന്ത. നമുക്കറിയാം, ദേഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഹിന്ദുക്കളുടെ ദേഹമാണോ തീനാളം നക്കി എടുക്കും, ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെ മാത്രമോ പുഴുക്കൾ തിന്ന് തീർക്കും. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ചിക്കാഗോ കത്തീഡ്രൽ പള്ളിയിൽ നിന്നും ധ്യാനമൊക്കെ കഴിഞ്ഞ് ചില ഭാര്യാഭർത്താക്കന്മാർ ഇങ്ങനെ പോകുമ്പം കണ്ടാൽ തോന്നും ഇതാണ് ഗബ്രിയേൽ മാലാഖയും ഇളയ പെങ്ങളും കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. 1-ാം തരം സാരിയെ കൊടുത്ത് ഭൂമിക്ക് പരിക്ക് പറ്റാതെ, സാരിക്ക് ചുളിവ് വീഴാതെ ഇവിടുത്തെ വിശരി പോലെ പെണ്ണുങ്ങൾ തുണിയോട് നടന്നു പോകുമ്പോൾ ഈ പരിസരത്തിരുന്ന് ഒരുപാട് പുഴുക്കൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നു. എന്നാ പറഞ്ഞോ, എൻ്റെ നാളത്തെ പലഹാരങ്ങൾ നടന്നു പോകുന്ന പോക്ക് കേട്ടില്ലേ? ഇത്രയുള്ള മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. അപ്പം അകത്തെ നമ്മൾ മറക്കണം, ജഡത്തെയും നമ്മൾ മറക്കണം, അകത്തെയും ജഡത്തെയും മറക്കണം. എത്ര വണ്ണമുണ്ടെങ്കിലും വയറുണ്ടെങ്കിലും നാളെ പുഴുവിൻ്റെ പലഹാരങ്ങൾ. എൻ്റെ കൂടെ ഒരച്ഛനുണ്ട്. അച്ഛൻ്റെ തൂക്കം 117 കിലോ 500 ഗ്രാം. അച്ഛൻ്റെ വയറ് കപ്പ പാട്ടുന്ന ചെമ്പ് പോലെ ഇങ്ങനെ മടിഞ്ഞു കിടക്കുക. ഈയിടെ അച്ഛൻ പറഞ്ഞു, ജോസഫ് അച്ഛാ, ഇനി മേലിൽ ഞാൻ ദൈവസ്നേഹം വർണ്ണിച്ചിട്ടാണെന്നുള്ള പാട്ട് ഞാൻ പാടുകയാണ്. ഞാൻ വെച്ചാൽ അതന്നെ അച്ഛൻ, അയ്യോ വയറെ നോക്കിയിട്ട് എങ്ങനെ പറയും, സ്വന്തമായി ഒന്നുമില്ല, ഇത്രയൊക്കെ ആയിപ്പോയില്ലേ. ഈയിടെ അച്ഛന് ശ്വാസം മുട്ടലും അണപ്പും വന്നു. ഡോക്ടറെ പരിശോധിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യണം, അച്ഛൻ 6 മാസം കൊണ്ട് 17 കിലോ കുറയ്ക്കണം. അതിന് പകല് ഉറങ്ങരുത്, വൈകിട്ട് 7-ന് മുമ്പ് ഭക്ഷണം കഴിച്ച് തീർത്തോണം, 4 നേരത്തെ ഭക്ഷണം 8 നേരങ്ങളായിട്ട് മുറിച്ച് കഴിക്കണം, രാത്രി ഉറക്കം വരുമ്പം കിടക്കണം, ഉറക്കം വിടുമ്പോഴേ ചാടി എഴുന്നേറ്റ് വേണം. അച്ഛൻ തന്നെ ത്രാശ് മേടിച്ച് ഡെയിലി തൂക്കം നോക്കുക. 6 മാസം കൊണ്ട് 17 കിലോ കുറച്ചാൽ അച്ഛനെ മണ്ണിൽ വെച്ച് പുഴുങ്ങുന്ന ഒരു പുതിയ ചികിത്സയിലേക്ക് അച്ഛനെ കൊണ്ടുപോവാം. അച്ഛൻ ത്രാശ് മേടിച്ചു. 4-ാം ദിവസം പറഞ്ഞു, ഡോക്ടറെ അത് ശരിയാകുകയല്ല. ഡോക്ടർ ചോദിച്ചു, അതെന്നാ പൊന്നു ഡോക്ടറെ, വയറ് കാരണം ത്രാശയിലെ അക്കം കാണാൻ മേല, അതാണ് വ്യസനം. ഡോക്ടർ പറഞ്ഞ്, പോട്ടെ, കയറി നിൽക്കുമ്പം തൂക്കം വിളിച്ചു പറയുന്ന ഇലക്ട്രോണിക് വെയ്ജിങ് മെഷീനുണ്ട്, അതുകൂടി മെഷീൻ മേടിക്കുക. കയറി നിൽക്കുമ്പം ത്രാശ് തൂക്കം പറഞ്ഞോളും. അദ്ദേഹം ആ ത്രാശ് മേടിച്ചു. പിറ്റേ ദിവസം പറഞ്ഞു, ഡോക്ടറെ അത് അത്രയും കൂടെ പറ്റിയില്ല. അതെന്നാ, ഞാൻ കയറുമ്പോഴേ ത്രാശ് പറയുക, പ്ലീസ് 1 at a time, പ്ലീസ് 1 at a time. ഇപ്പോൾ എത്ര വണ്ണമുണ്ടെങ്കിലും എത്ര തൂക്കമുണ്ടെങ്കിലും ഈ ഭൂമിയിൽ പുഴുവിൻ്റെ പലഹാരങ്ങളാണ് നമ്മൾ. അവിടെയാണ് പറയുക, അകത്തെ മറക്കണം, ജഡത്തെ മറക്കണം. അകത്തെയും ജഡത്തെയും മറക്കണം. മറന്നാൽ മാത്രം പോരാ, പുറപ്പാട് നടത്തണം. പുറപ്പാട്, അബ്രഹാമേ, സ്വന്തം ജനത്തെയും പിതൃഭവനത്തെയും നീ മറക്കണം, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ യാത്ര പോകണം. പുറപ്പാട്. ഞങ്ങൾ അച്ഛന്മാർക്കൊരു പുറപ്പാടുണ്ട്. 3 അല്ലെങ്കിൽ 6 വർഷം കൂടുമ്പം പെട്ടിയും പ്രമാണവും തൂക്കി കൽപ്പിക്കുന്ന പുതിയ സ്ഥലത്തേക്ക് പോവുക. ഞങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. കുടുംബജീവിതക്കാർക്കും ഉണ്ട് ഒരു പുറപ്പാട്.
ആ പുറപ്പാട് മാറി മാറിപ്പോയി താമസിക്കാൻ പറ്റുമല്ല. വേറൊരു പുറപ്പാട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 2 വർഷം അപ്പച്ചൻ്റെ കൂടെ, 3 വർഷം മാമച്ചൻ്റെ കൂടെ, 4 വർഷം തോമാച്ചൻ്റെ കൂടെ, 2 വർഷം പെണ്ണമ്മ, 3 വർഷം കുഞ്ഞമ്മ, 3.5 വർഷം കുഞ്ഞുഞ്ഞമ്മ. അങ്ങനെ മാറിപ്പോകാൻ പറ്റുകയില്ല. പിന്നെയോ ഭർത്താവ് സ്വന്തം ഇഷ്ടത്തിൽ നിന്നും ഭാര്യയുടെ ഇഷ്ടത്തിലേക്ക് പുറപ്പെടണം. ഭാര്യ സ്വന്തം ഇഷ്ടത്തിൽ നിന്നും ഭർത്താവിൻ്റെ ഇഷ്ടത്തിലേക്ക് പുറപ്പെടണം. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കൊച്ചുമോൻ 5 വയസ്സുള്ള കൊച്ച് അപ്പനോട് പറഞ്ഞു, പപ്പാ പപ്പാ. ഓ, പപ്പായുടെയും മമ്മിയുടെയും കല്യാണ ദിവസത്തിൻ്റെ കല്യാണ ഫോട്ടോയിൽ പപ്പായുടെ ചിരി എന്നാ നല്ല ചിരിയായിരുന്നു. പപ്പ പറഞ്ഞു, മോനെ അന്നിൻ്റെ അപ്പൻ്റെ ഒടുക്കത്തെ ചിരിയായിരുന്നു, പിന്നെ ഇന്ന് വരെ ചിരിച്ചിട്ടില്ല. കാരണം പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ആരംഭിക്കുക. ഭാര്യയോടൊത്തു പോകാൻ ഭർത്താവ്, ഭർത്താവിനോടൊത്തു പോകാൻ ഭാര്യ. അപ്പം അങ്ങനെ ജീവിതക്രമത്തിലേക്ക് പിന്നെ കടന്നു വരികയാണ്. അതാണ് പുറപ്പാട് എന്ന് പറയുക. പുറപ്പാട് കുറേ നാൾ ജീവിക്കുമ്പോഴേ കെട്ടിയവൻ്റെ സ്വഭാവ പ്രത്യേകത ഭാര്യയ്ക്ക് മനസ്സിലാവും. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമല്ലോ. കുറേ നാൾ ജീവിക്കുമ്പോഴേ ഭാര്യയുടെ സ്വഭാവം കെട്ടിയവന് മനസ്സിലാകാൻ പറ്റും. പിന്നെ ഒരു ജീവിതത്തിൽ ചില പൊരുത്തപ്പെടുത്തലുകൾ സ്വയം വരുത്തി വെക്കണം. അതാണ് പറയുക പുറപ്പാട് നടത്തുക. ഈയിടെ 60 വയസ്സുള്ള ഭർത്താവും ഭാര്യയും കൂടെ കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് താഴെ കൊണ്ടുവന്ന് കാറ് പാർക്ക് ചെയ്തു. എന്നിട്ട് 2 പേരും കൂടെ സിറ്റിയിലേക്ക് നടന്നു പോരുക. അങ്ങനെ നടന്നു പോരുമ്പോൾ ഭർത്താവ് അയാളുടെ ഇടത് കൈ ഭാര്യയുടെ വലത് കൈയുടെ കക്ഷത്തിലൂടെ ഇട്ടിട്ട് W എഴുതുന്ന പോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നു. ആൾക്കാർ ചോദിച്ചു, ഓ 65-ാം വയസ്സിലും എന്തോ ഒരു പ്രേമം. കെട്ടിയപ്പോൾ പ്രേമമൊന്നുമല്ല, എനിക്കല്ലേ ഇവളെ അറിയത്തുള്ളൂ. ഇവിടെ കയ്യെന്നെങ്ങാനും ഞാൻ വിട്ടാൽ അവൾ ഷോപ്പിങ്ങിന് ഓടിപ്പോകും, പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പിടിച്ചിരിക്കുന്നതാണ്. അവിടെയാണ് പറയുക മാതാപിതാക്കളെ വിട്ട് ചേരുന്നു. ഇപ്പോൾ ജീവിതത്തിൽ ഒരു ഉപേക്ഷയും പുറപ്പാടുമുണ്ട്. എല്ലാ ജീവിതങ്ങളിലും ഉണ്ട് ഒരു ഉപേക്ഷയും പുറപ്പാടും. വിശ്വാസം ഒരു ഉപേക്ഷയും പുറപ്പാടുമാണ്. 2, വിശ്വാസം ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. വിശ്വാസം ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. കാരണം നാളെ എന്തെന്ന് ഉറപ്പില്ല. അബ്രഹാമിനെ സംബന്ധിച്ച് ഇസഹാക്ക് ജനിക്കുന്നവരെ നാളെ എന്തെന്ന് അബ്രഹാമിന് ഉറപ്പില്ല. നാളത്തെ കാര്യം ദൈവകരങ്ങളില്ല. ദൈവം നോക്കിക്കോളൂ എന്നുള്ള ഉറപ്പ്. നിങ്ങൾ തന്നെ ഓർത്ത് നോക്കിക്കേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാളത്തെ കാര്യം നമുക്കെന്താ ഉറപ്പ്? പത്രം വായിക്കുമ്പോഴാണ് കാണുക, ഇന്നലെ ഉറങ്ങാൻ കിടന്ന പല ആൾക്കാരും ഇന്ന് പത്രത്തിൽ നിര്യാതർ ആയവരുടെ കോളത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇങ്ങനെ പോയാൽ ഒരു ദിവസം നമ്മൾ തന്നെ പത്രം നോക്കേണ്ടി വരും, നമ്മൾ തന്നെ നിര്യാതരായോ ഇല്ലയോ എന്നറിയണമെന്ന് വരികയിൽ. നമുക്കൊന്നും ഉറപ്പല്ല. നാളെ എന്തെന്ന് ഒരുറപ്പുമില്ല. ദൈവം നോക്കിക്കോളൂ എന്നുള്ള ഒറ്റ ഉറപ്പ്. ഞാൻ ജൂൺ 5 മുതൽ ഓഗസ്റ്റ് 1 വരെ ഈ ലോകത്തിൻ്റെ അവസാനത്തെ സ്ഥലത്ത് ധ്യാനിപ്പിക്കുമായിരുന്നു. പിന്നെ മനുഷ്യരില്ലാത്ത ലോകം, ലക്ഷക്കണക്കിന് പിന്നെ മഞ്ഞാണ് അന്റാർട്ടിക്ക. ഇപ്പോൾ ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ ആയിരുന്നു അവസാനം. ഇപ്പോൾ അവിടുത്തെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ 8 ധ്യാനങ്ങളായിരുന്നു, ഓക്ലാൻഡ് മുതൽ ക്രൈസ്റ്റ് ചർച്ച് വരെ. ക്രൈസ്റ്റ് ചർച്ച് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞാണ്, ഭയങ്കരം തണുപ്പ്. അതിൻ്റെ അറ്റത്ത് കൊണ്ട് നിർത്തി തണുപ്പ് അനുഭവിച്ചിട്ട് തിരിച്ചു വിടും. അതാണ് അവിടുത്തെ രീതി. ഇപ്പോൾ ഞാനവിടെ 5 ദിവസം താമസിച്ചപ്പോൾ എല്ലാ ദിവസവും ഭൂമി കിടന്ന് കുലുങ്ങുക. 2012 ഫെബ്രുവരി മാസത്തിലൊന്ന് കുലുങ്ങി കത്തീഡ്രൽ പള്ളി ഇടിഞ്ഞു വീണ് 136 പേരാണ് ക്രൈസ്റ്റ് ചർച്ചിൽ മരിച്ചത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ലോകം. ഒന്നും ഉറപ്പല്ല, ഇടയ്ക്കിടയ്ക്ക് കുലുക്കം. ദൈവം നോക്കിക്കൊള്ളുന്ന ഒറ്റ ഉറപ്പിൽ നമ്മളങ്ങ് തുടരുന്നു. 2000-ന് ശേഷം ലോകത്ത് ഒരുപാട് മാറ്റം വരുന്നുണ്ട്. എങ്കിലും തമ്പുരാൻ കാക്കുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ നമ്മളങ്ങ് പോകുന്നു. ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഓർക്കണം, ഇത് ബോണസ് ലൈഫാണ്. ഒരു ദിവസം കൂടെ കാണാനുള്ള ഭാഗ്യം ദൈവം തന്നിരിക്കുന്നു. 2000 ആണ്ട് ഡിസംബർ 11 മുതൽ 2001 ജനുവരി 7 വരെ കേരളത്തിലും 1-ാം തരം കുലുക്കം. ഏറ്റവും കുലുങ്ങിയത് കോട്ടയം ജില്ലയിലായിരുന്നു. ഞാനാണെങ്കിൽ ആ കുലുക്കത്തിൻ്റെ A to Z ആൾക്കാരുടെ കൂടെ നിന്ന് കുലുങ്ങി തീർത്ത അച്ഛനാണ്. 1-ാമത്തെ കുലുക്കം കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളി ഞാൻ ധ്യാനിപ്പിക്കുക. രാവിലെ 6:55 ഒരു വീട് വെച്ചിരിക്കാൻ വേണ്ടി കയറി പോകുമ്പം എൻ്റെ കൂടെ വഴി കാണിക്കാൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ. പെട്ടെന്ന് കാലിൻ്റെ വെള്ളയെ ചൊറിയുന്ന പോലെ ഒരു തരിപ്പ്. കിടക്കുമ്പോഴത്തെ ഇക്കിളി മനസ്സിലാവും, കയറ്റം കയറുമ്പോഴത്തെ ഇക്കിളി എവിടം വരവാന്നൊരു പിടിയുമില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു കൊച്ചിനെയും പൊക്കിക്കൊണ്ട് ഓടുന്നു. ഭൂമി കുലുങ്ങുന്നേ. അപ്പോൾ ആ പിടി കിട്ടിയത് കാലിൻ്റെ കീഴേ കിടന്ന് ഭൂമി കുലുങ്ങിയത് ഒരു തരിപ്പ് പോലെ കയറി വന്നതാണ്. പിന്നെ സ്ത്രീയും കൊച്ചും ഞാനും കൂടെ അടുത്ത് കണ്ട വീടിൻ്റെ ആടുന്ന ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് ഒരു 3-4 സെക്കൻഡ് നിന്ന് കാണും. ഇത് ആദ്യത്തെ കുലുക്കം. അതേസമയം എൻ്റെ കൂടെയുള്ള വലിയച്ഛൻ കാഞ്ഞിരപ്പള്ളി കർമ്മലീതാമഠത്തിലെ പ്രായം ചെന്ന കന്യാസ്ത്രീ അമ്മമാർക്ക് കുമ്പസാരിപ്പിച്ച് ഉപദേശം കൊടുത്ത് കുനിഞ്ഞിരിക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്തോ അരുതായ്മ പോലെ ശേലികേട് പോലെ തോന്നി. അച്ഛൻ തലപൊക്കി നോക്കുമ്പോൾ 80 വയസ്സിലെ വലിയ കന്യാസ്ത്രീയും കുമ്പസാരക്കൂടും കമ്പി വലയും കൂടെ അച്ഛന് നേരെ ബോക്സിങ്ങിന് വരുന്നത് പോലെ ചെരിഞ്ഞ് വരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് 2:30
ദേശീയ നീന്തലിൽ സമ്മാനം കിട്ടിയ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി പാലാ അൽഫോൻസ കോളേജിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുട്ടികൾക്ക് സമ്മാനം കൊടുത്ത് അനുമോദന പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒരൊറ്റ കുലുക്കം പെൺപിള്ളേർ മുഴുവൻ ജീവനും കൊണ്ട് ഓടി. ഞാനും സിസ്റ്റർ പ്രിൻസിപ്പാളും മാത്രം സ്റ്റേജിൽ. ഞങ്ങൾക്ക് ഓടാൻ പറ്റുമോ? ഒരച്ഛനും സിസ്റ്ററും കൂടെ ഒരുമിച്ച് പാലായിക്കൂടെ ഓടുന്ന കണ്ടാൽ ആൾക്കാരെന്നാ പറയും? കടിച്ചു പിടിച്ച് സഹിച്ചു നിന്നു. കുലുക്കമെല്ലാം കഴിഞ്ഞ് എല്ലാവരും അകത്തേക്ക് കയറി വന്നിട്ടോ ഈ അവസാനം നന്ദി പറഞ്ഞ പെൺകുട്ടി പറഞ്ഞു, പല ധ്യാനഗുരുക്കന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷേ പ്രസംഗിച്ച് ഭൂമി കുലുക്കുന്നവരെ ആദ്യം കാണുക. ഇതായിരുന്നു കുലുക്കം. അവസാനത്തെ കുലുക്കം 2001 ജനുവരി 7 ഞായർ, കോട്ടയംപുരം മണ്ണുപ്പള്ളി എന്ന് പറയും, പാലാരിപുരം മറ്റക്കരപ്പള്ളി അടുത്ത്. ഞാനിങ്ങനെ ധ്യാനിപ്പിക്കുന്നു, വികാരിയച്ഛൻ കൂടെ, ഞാൻ കുർബാന അർപ്പിക്കുന്നു, വികാരിയച്ഛൻ കൂടെ നിൽക്കുന്നു. എൻ്റെ കൂടെ ധ്യാനിപ്പിക്കേണ്ട അച്ഛന്മാർ വരാന്തയിലിരുന്ന് പ്രസംഗം കേൾക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെ, അണ്ടകടാഹങ്ങൾ വിറയ്ക്കുന്നു, അടുത്തറകൾ കുലുങ്ങുന്നു, വിട്ടവൻ വിളിക്കുമ്പം പോകാൻ തയ്യാറാകണം. ഇത് കുലുക്കത്തിൻ്റെ കാലമാണ്. ഒരുപക്ഷെ ഈ ധ്യാനം നിങ്ങളുടെ അവസാന ധ്യാനം, ഇന്നത്തെ അത്താഴം ഒടുക്കത്തെ അത്താഴം കൊണ്ട് വരാതിരിക്കരുത്. പറഞ്ഞ് വാവ് കൂട്ടുകയും കൃത്യം 8:30 മണി ഒരൊറ്റ കുലുക്കം. പ്രസംഗിക്കാനല്ല, കുലുങ്ങിയപ്പോൾ ആ ഗുരുതരാവസ്ഥ പിടികിട്ടത്. ആണുങ്ങളുടെ ഭാഗത്ത് ഒറ്റ ഒരുത്തം പോലും ഇല്ല. എല്ലാവരും ജീവനും കൊണ്ടോടി. പെണ്ണുങ്ങളാരും പോയില്ല. അവരുടെ ചുറ്റും നിന്ന് പറഞ്ഞു, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കാരണം പെണ്ണുങ്ങൾക്ക് വിവരമുണ്ട്, ഇതെല്ലാം അങ്ങോട്ട് വലിച്ചു വാരി എവിടം വരെ ഓടാൻ പറ്റും. അവരവിടെ തന്നെ നിന്നു. സത്യം പറഞ്ഞാൽ എനിക്കും തോന്നുന്നു, ഒന്നാമത്തെ തോന്നൽ ഓടിയാൽ കൊള്ളാവുന്ന. രണ്ടാമത് ദൈവമേ, കുർബാനക്കുപ്പായിട്ടുണ്ട് ഉരുണ്ടുരുണ്ട് ഓടുന്നത്. ഏതെങ്കിലും വീഡിയോക്കാരൻ പിടിച്ചാൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. കടിച്ചു പിടിച്ചു വന്നു. കുലുക്കം കഴിഞ്ഞു. എല്ലാവരും പള്ളിയിലേക്ക് കയറി വന്നിട്ടോ കറണ്ട് അടിച്ചതുപോലെ എല്ലാവരും തരിച്ച് എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഈ കുലുക്കം സഹിക്കാം. ആ സമയത്തെ മനുഷ്യന്മാരുടെ നോട്ടമാണ് ഒട്ടും സഹിക്കാൻ മേലാത്തത്. ഞാൻ എല്ലാവരും കണ്ണടച്ച് കരങ്ങൾ തുറന്ന് പിടിച്ച് ദൈവാരൂപിയെ എന്ന പാട്ട് പാടിക്കോളാൻ പറഞ്ഞു. കാരണം കണ്ണടച്ചാൽ പിന്നെ എന്നെ കാണുന്ന പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. കുർബാന കഴിഞ്ഞ് കാപ്പ് കുടിക്കുമ്പം പ്രായമുള്ള ചേട്ടന്മാർ വന്നിട്ട് പറഞ്ഞു, ചെറുപ്പക്കാർ വൈദികർ ഇങ്ങനെ വേണം. ഭൂമി കിരികിടും കുലുങ്ങാതെ അച്ഛനെ നിപ്പ്. ഞങ്ങൾക്ക് എന്നാ ധൈര്യം അതാണെന്നറിയാവോ? വികാരിച്ച് എല്ലാവരും പോയി കഴിഞ്ഞ് പറഞ്ഞു, ആരോടും പറയണ്ട, ധൈര്യമൊക്കെ ഞാൻ സൈഡിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. വീഞ്ഞും വെള്ളം എടുത്തപ്പം വെള്ളം മൊത്തം വീഞ്ഞിലോട്ടും വീഞ്ഞ് മൊത്തം വെള്ളത്തിലോട്ടും മറിഞ്ഞ് വീഴുന്നു. നമുക്കാർക്കും ഒന്നും ഉറപ്പല്ല. ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടം. ഇപ്പം തന്നെ ഞാൻ ഈ പള്ളിക്കകത്ത് കാണുന്നത് 100 കണക്കിന് സഹോദരി സഹോദരന്മാർ ഒന്നാം തരം ചാരുബെഞ്ചുകളിൽ ചാരിയിരുന്ന് മരിക്കുന്ന കാഴ്ച ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കാണുകയാണ്. അച്ഛനായ ഞാൻ ബേമയിൽ ചാരി നിന്ന് മരിക്കുന്നു, നിങ്ങളിരുന്ന് മരിക്കുന്നു. അല്പവും വകുപ്പ് മാറ്റി നാളെ പത്രത്തിൽ ഒരു പേജിന് വകുപ്പ്, ടി വിയിൽ ഒരു ചാനലിന് വകുപ്പ്. എന്താ? ചിക്കാഗോ സെൻറ്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലെ മലയാളി ക്രൈസ്തവ സമൂഹത്തിൻ്റെ കൂട്ടമരണം എന്നും പറഞ്ഞ് ഒരു വലിയ വാർത്ത. എന്താണ് മരണം? പുറത്തേക്ക് വിട്ട ശ്വാസം. എന്താണ് ജീവൻ? അകത്തേക്ക് എടുത്ത ശ്വാസം. പുറത്തേക്ക് വിട്ട ശ്വാസത്തെ അകത്തേക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ പേരാണ് മരണം. എന്താ പറയുക? ഡെത്ത് മീൻസ് ടു ബ്രീത്ത് ഔട്ട്, ലൈഫ് മീൻസ് ടു ബ്രീത്ത് ഇൻ. അകത്തേക്ക് എടുത്ത ശ്വാസം ജീവൻ, പുറത്തേക്ക് വിട്ട ശ്വാസം മരണം. അതുകൊണ്ടാണ് കുഞ്ഞു പിള്ളേർ തുമ്മുമ്പം അമ്മ തോളെ തള്ളി പറയും, ഈശോ രക്ഷിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ഓരോ തുമ്മലിലും ഒരു ഹാർട്ട് അറ്റാക്കാണ് നമുക്കുണ്ടാകുക. കാരണം തുമ്മിയിട്ട് പെട്ടെന്ന് ശ്വാസം എടുത്തില്ലേ മരിച്ചു, കാർഡിയാക് അറസ്റ്റ്. അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് രക്ഷിക്കണം, ഈശോ രക്ഷിക്കുക. കളിതമാശെന്ന് പറയുന്ന ഒന്നല്ലത്. ഓരോ നിമിഷവും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോ നിമിഷവും നമ്മൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം വിശ്വാസം ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടം, ദൈവം നോക്കിക്കോളും എന്നുള്ള ഉറപ്പ്. ഇപ്പോൾ 1, വിശ്വാസം ഒരു ഉപേക്ഷയും പുറപ്പാടുമാണ്. 2, വിശ്വാസം ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. 3, വിശ്വാസം ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയം വയ്ക്കലാണ്. ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയം വയ്ക്കലാണ്. വേറെ ആരിലും ആശ്രയം വെക്കരുത്, വേറെ ഒന്നിലും ആശ്രയം വെക്കരുത്. ദൈവത്തിൽ മാത്രമുള്ള സമ്പൂർണമായ ആശ്രയം വയ്ക്കൽ, അതിന് വിളിക്കുന്ന വാക്കാണ് വിശ്വാസം. ഭർത്താവിൽ അമിതമായി ഒരു സ്ത്രീ ആശ്രയിച്ചാൽ അവൻ്റെ ഭാവം മാറുമ്പോൾ ഭാര്യ പെട്ടെന്ന് തളരും. ഭാര്യയിൽ അമിതമായ ആശ്രയം വെക്കുമ്പോൾ അവിടെ മുഖം ഒന്ന് മാറിയാൽ ഭർത്താവ് വാടും. ഒരച്ഛനിൽ അമിതമായ ആശ്രയം വെച്ചാൽ അച്ഛൻ്റെ പെരുമാറ്റത്തിൽ മാറ്റം വരുമ്പോൾ വിശ്വസിക്കുന്ന വ്യക്തിക്ക് തളർച്ചയുണ്ടാവും. കുഞ്ഞുങ്ങളിൽ അമിതമായ ആശ്രയം വെച്ചാൽ ആ മക്കൾക്ക് ഭാവമാറ്റം വരുമ്പോൾ അപ്പനും അമ്മയും തളരും. ദൈവത്തിൽ ആശ്രയം വെച്ചാൽ തളരുകയില്ല. അതുകൊണ്ടാണ് ഇന്ന് നാട്ടിൽ വിവരമുള്ള അപ്പന്മാർ സ്വത്ത് വീതം വെക്കുന്നത് എങ്ങനെയാണ്? ഇന്നാരും ജീവിതകാലത്ത് മൊക്കം മക്കൾക്ക് എഴുതി കൊടുക്കുകയില്ല. ഇന്ന് എഴുതുന്നത് എങ്ങനെയാണ്? എന്നെയും എൻ്റെ ഭാര്യയെയും
മരണം വരെ മര്യാദയ്ക്ക് നോക്കുന്ന ആൾക്ക് മരണശേഷം 20 സെൻറ്റ് സ്ഥലവും ഈ വീടും എടുക്കാം, അല്ലെ കൊന്നിട്ട് കൊണ്ടുപോകും. ഇന്നത്തെ കാലം അതല്ലേ. ഒരപ്പൻ എഴുതി വെച്ചു, എൻ്റെ കാലശേഷം സ്വത്ത് മോന്. ഉടനെ മോൻ ചോദിച്ചു, വേണം ഇപ്പം തന്നെ ഞാൻ കാലശേഷമാക്കി കാണിക്കാം. ഇന്നത്തെ ലോകം അതാണ്. ഇപ്പോൾ സമ്പൂർണ്ണമായ ആശ്രയം ദൈവത്തിൽ വെക്കുക. എൻ്റെ വാക്കിന് നല്ല ഒഴുകും, ശബ്ദത്തിന് കുഴപ്പമില്ലെങ്കിൽ ഈ ലോകം മുഴുവൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും ധ്യാനപ്രസംഗത്തിന്. ശബ്ദം പോയോ ചവച്ചു തുപ്പിയ കരിവേപ്പല പോലെ ഏതെങ്കിലും ആശ്രമത്തിനകത്തെ മുറിയിൽ ഞാൻ ഇരിക്കണം. ഞാനിവിടെ 2004 ആദ്യം ധ്യാനത്തിന് വരുമ്പോൾ ശബ്ദം അടച്ചു വന്ന ഒരു സമയമായിരുന്നു. അത് ഈ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം വാ പൊളിക്കുമ്പം ശബ്ദമില്ല, കുറച്ച് കഴിയുമ്പം ശബ്ദം തികട്ടി വരും. അപ്പോൾ എന്നെ ഇന്ന് കേരളത്തിലെ തന്നെ പ്രശസ്തനായ ENT സ്പെഷ്യലിസ്റ്റാണ് കൊട്ടിയം ഹോളി ക്രോസിലുള്ള ഡോക്ടർ കനകരാജ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പ്രൊൻഷ്യാളച്ചൻ പറഞ്ഞു വിട്ടു. അദ്ദേഹം പരിശോധിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ്റെ തൊണ്ടയ്ക്ക് രോഗമൊന്നുമില്ല, പക്ഷെ അമിതമായ ഉപയോഗം കൊണ്ട് ഓവർ യൂസ് കാരണം നീര് വന്ന് കല്ലിച്ചു പോയി. ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ, അടുത്ത തിങ്കളാഴ്ച വൈകുന്നേരം അച്ഛൻ അഡ്മിറ്റ് ചെയ്യപ്പെടണം. ചൊവ്വാഴ്ച രാവിലെ 9:30 തൊണ്ടയിൽ മരുന്ന് പുരട്ടി മരപ്പിക്കും. എന്നിട്ട് അകത്തെ തടിച്ചിരിക്കുന്ന സാധനം ലേസർ ഉപകരണം വെച്ച് ചുരണ്ടിയെടുക്കും. അത് ബയോപ്സിക്ക് അയച്ചു കൊടുക്കും. ഉച്ച കഴിഞ്ഞ് 3:30 ആകുമ്പോൾ ഐസ്ക്രീം തരും. അതും തിന്നിട്ട് അച്ഛന് പരഞ്ഞാനത്തേക്ക് പോകാം. അഡ്മിറ്റ് ചെയ്തു, മരപ്പിച്ചു, ചുരണ്ടിയെടുത്തു, ബയോപ്സിക്ക് അയച്ചു. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഒരു ബോൾ ഐസ്ക്രീം തന്നു. ഞാനത് തിന്നു, പാലായിലേക്ക് പോന്നു. പോരുന്ന സമയത്ത് ഡോക്ടർ തോളെ തട്ടി പറഞ്ഞു, അടുത്ത 1 മാസം വലിയ ശബ്ദത്തിൽ മിണ്ടാതിരിക്കാൻ അച്ഛൻ ശ്രദ്ധിക്കണം. എൻ്റെ സുപ്പീരിയറച്ഛൻ പറഞ്ഞു, 2 മാസം ഒന്നും മിണ്ടണ്ട, നല്ല CD ഇട്ട് പാട്ട് കേൾക്കുക, പ്രസംഗം കേൾക്കുക, നല്ല പുസ്തകം വായിച്ച് ധ്യാനത്തിന് ഒരുങ്ങുക. ടെലിഫോൺ അറ്റൻഡ് ചെയ്യാൻ ടെലിഫോൺ ബോയിയും തന്നു. ആൾക്കാർ വിളിക്കുമ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ജോസഫ് അച്ഛൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ബയോപ്സിക്ക് അയച്ച് കാത്തിരിക്കുക, കുഴപ്പമുണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. 15 ദിവസമായി ടെലിഫോൺ പകുതിയായി. 3 ആഴ്ചയായി ടെലിഫോൺ നിശ്ചലമായി. 1 മാസമായപ്പോൾ എന്നെ പരിചയമുള്ള ആൾക്കാർ പറഞ്ഞു തുടങ്ങി, അച്ഛന്മാരും സിസ്റ്റേഴ്സും അന്മാരും പറഞ്ഞു തുടങ്ങി, നല്ല അച്ഛനും ധ്യാനമൊക്കെ ആയിരുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യന്മാരുടെയൊക്കെ കാര്യം, കിട്ടിയാൽ പോയാൽ പോയി. 1 മാസം കഴിഞ്ഞപ്പോൾ ശവമടക്കം 41 കഴിഞ്ഞതുപോലെയായി. വീണ്ടും ശബ്ദം കിട്ടി. പഴയക്കാളുള്ള സ്പീഡിൽ ഞാൻ ഓടാനും തുടങ്ങി. ഇവിടെയാണ് പറയുക, ബൈബിളിൻ്റെ നടുവിലത്തെ വചനം എന്നും ഓർത്തോണം. വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകം ഉൽപ്പത്തി, നടുക്കത്തെ പുസ്തകം സങ്കീർത്തനം, അവസാന പുസ്തകം വെളിപാട്. എങ്കിൽ ബൈബിളിൻ്റെ നടുക്കത്തെ വചനം സങ്കീർത്തനം 125:1. സങ്കീർത്തനം 125:1 നമ്മൾ വായിക്കുന്നു, കർത്താവിൽ ആശ്രയം വെക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. വേറെ എവിടെ ആശ്രയം വെച്ചാലും നിരാശയാണ്. ബൈബിളിൻ്റെ നടുവചനം പറയുന്നു, കർത്താവിൽ ആശ്രയം വെക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഉറപ്പ്, ദൈവത്തിലുള്ള ആശ്രയബോധം, പൂർണ്ണമായ ആശ്രയം ദൈവത്തിൽ. 4, വിശ്വാസം ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ്. ഫെയ്ത്ത് മീൻസ് ടു ഗോ ബിയോണ്ട് റീസൺ. ഭൗതിക തരത്തിൽ അപ്പുറത്തേക്കുള്ള വളർച്ചയാണ് വിശ്വാസം. വിശ്വാസം ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ് വിശ്വാസം. ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ച. നമ്മൾ പലപ്പോഴും ബുദ്ധിയുടെ തരത്തിൽ നിൽക്കുന്നവരാ. ബുദ്ധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ വളരാൻ പഠിക്കണം വിശ്വാസത്തിൽ. അതാ ദൈവം പറയുക, അബ്രഹാമേ ഇസ്മയേലിനെ ഉപേക്ഷിക്കുക. ഇസ്മായേൽ ബൈബിൾ പ്രകാരം ദൈവത്തിൻ്റെ വാഗ്ദാനമല്ല. ദൈവത്തിൻ്റെ വാഗ്ദാനം വന്ധ്യയും വൃദ്ധയുമായ സാറാ പ്രസവിക്കുമെന്ന. സാറായുടെ ബുദ്ധിയാണ് ഇസ്മായേൽ. സാറാ പറഞ്ഞു, വൃദ്ധയായി ഞാൻ പ്രസവിച്ചില്ലെങ്കിലോ ദാസിയെ പ്രാപിക്കുക. ആ ബുദ്ധിയിൽ പിറന്ന ശിശുവിൻ്റെ പേരായിരുന്നു ഇസ്മായേൽ. ദൈവം പറഞ്ഞു, ഇസ്മായേലിനെ ഉപേക്ഷിക്കുക. എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോണം. എൻ്റെ സന്താന പരമ്പര ഇസ്ഹാക്കിലൂടെ വർദ്ധിക്കും, പക്ഷേ നിന്നിൽ നിന്നും ജനിച്ചതുകൊണ്ട് ഇവനെ ഞാൻ വിടുകയല്ല, ഇവനെ ഞാൻ മരുഭൂമിയുടെ അധിപനാക്കും. പറഞ്ഞത് 3850 വർഷം മുമ്പ്. കഴിഞ്ഞ 200 വർഷമായി ഇസ്മയേലിൻ്റെ മക്കൾ മുസ്ലിങ്ങൾ ഗൾഫിൻ്റെ അധിപരാണ്, മരുഭൂമിയുടെ അധിപരാണ്. എന്നിട്ട് പറഞ്ഞു, നിന്റെ സന്താന പരമ്പര ഇസഹാക്കിലൂടെ അറിയപ്പെടും. നിന്റെ സന്താന പരമ്പര പറയുന്നു, ബുദ്ധിയുടെ ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് വളരുക. കൊണ്ടാണ് പറയുക, നമ്മുടെ ദൈവം ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകവതികളിൽ നിന്നും മറച്ചു വെച്ച ദൈവരാജ്യ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയെന്നാണ് പറയുക. കുഞ്ഞുങ്ങളെപ്പോലുള്ള വിശ്വാസം. നമുക്കറിയാം കുഞ്ഞുങ്ങളെങ്ങനെയാണ് വിശ്വസിക്കുക. അവർക്ക് ബുദ്ധിയുടെ തരത്തിലല്ല. അമ്മ ആകാശത്തേക്ക് കഴിഞ്ഞുകൊണ്ട് പറയാം,
കപ്പൽ പോകുന്നു, കൊച്ചങ്ങോട്ട് നോക്കും. പറഞ്ഞ ഹൈക്കമാൻഡാണ് അമ്മ പറഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് അപ്പീലില്ല. അമ്മ പറഞ്ഞാൽ അതുപോലെ ചെയ്യും. 2 കുഞ്ഞുങ്ങൾ കോട്ടയത്തു നിന്നും തിരുവനന്തപുരം ബസ്സേ കയറി. കുറച്ച് കഴിഞ്ഞ് കണ്ടക്ടറോട് പറഞ്ഞു, സാറേ തിരുവല്ല ആകുമ്പം ഒന്ന് പറഞ്ഞേക്കണം. കണ്ടക്ടർ പറഞ്ഞേക്കാം. ചിങ്ങവനമായപ്പം ഇതാണോ സാറേ തിരുവല്ല? പോടാ, ആകുമ്പം പറയാമെന്ന് പറഞ്ഞില്ലേ. ചങ്ങനാശ്ശേരി ചെന്നപ്പം ഇത് തിരുവല്ലയാണെന്നാണ് തോന്നുന്നത്. മനുഷ്യനെ മെനക്കെടുത്താൽ തിരുവല്ല പോയിരിക്കടാ, ആകുമ്പം പറയാം. കണ്ടക്ടർ അരിശപ്പെട്ടു. ഈ കുഞ്ഞുങ്ങൾ സീറ്റേലിരുന്നു, ഉറങ്ങിപ്പോയി. തിരുവല്ലായി ചെന്നപ്പം കണ്ടക്ടറും ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ആൾക്കാർ ബഹളം വെച്ചു. 2 കുഞ്ഞുങ്ങൾ പറഞ്ഞതല്ലേ തിരുവല്ലാൻ പറയണം, വണ്ടി നിർത്താൻ പറഞ്ഞു. അരിശം വന്ന കണ്ടക്ടർ വണ്ടി നിർത്തിച്ചു. എന്ന് പറഞ്ഞു, മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നു, തിരുവല്ല നീ പടാ, ഇതാ തിരുവല്ല എന്ന് പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു, സാറേ ഇറങ്ങുമൊന്നും വേണ്ട, അമ്മ പറഞ്ഞായിരുന്നു തിരുവല്ലായി ചെല്ലുമ്പം ചോറും പൊതി കഴിച്ച് ഉണ്ടോണമെന്നാണ് പറഞ്ഞത്, അതായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് കുഞ്ഞുങ്ങളുടെ അവസ്ഥ. അതാ പറഞ്ഞ കുഞ്ഞുങ്ങളെ പോലെ വിശ്വസിക്കണം. അവിടെ ഹൈക്കമാൻഡ് അമ്മയാണ്, അപ്പനാണ്, അതിനപ്പുറത്ത് അവർക്ക് അപ്പീലില്ല. കുഞ്ഞുങ്ങളെ പോലെ വിശ്വാസം, നിഷ്കളങ്കം, ഇന്നസെൻറ്റ് ഫെയ്ത്ത്, പ്യുവർ ഫെയ്ത്ത്. ആ പ്യുവർ ഫെയ്ത്ത് അതാണ് പറയുക. ബുദ്ധിക്കപ്പുറത്തേക്കുള്ള വളർച്ചയാണ് വിശ്വാസം, ബുദ്ധിക്കപ്പുറത്തേക്ക്. ഞാൻ ഈ പാഠം ശരിക്കും പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ്. കുട്ടിക്കാലത്ത് അയൽപക്കത്തെ ചേട്ടൻ ഞങ്ങളുടെ വീടിൻ്റെ അക്കരപ്പറമ്പിൽ നിന്നും വല്ലക്കോട്ടയ്ക്കകത്ത് സേലം, ഗോമാങ്ങ, മൂവാണ്ടൻ, ഞെട്ടുകുഴിയൻ, മൈലാപ്പൂ, കർപ്പൂരമാങ്ങ കൊട്ടയ്ക്കകത്ത് ചുവന്നുകൊണ്ട് പോകും. ഏത്തക്കൊല പടലയാക്കി അതിൻ്റെ പടലയും വെച്ച് ഇങ്ങനെ പോകുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കുട്ടയിലേക്ക് ഞാൻ നോക്കും. 2 മാങ്ങ കിട്ടിയാൽ ചനപ്പിച്ച് തിന്നാം, 3 ഏത്തയ്ക്ക കിട്ടിയാൽ പഴിപ്പിച്ച് തിന്നാം. അമ്മ എന്നെ പിടിച്ച് സാവധാനം വീടിൻ്റെ വരാന്തയെ കൊണ്ടുചെല്ലും. ഭിത്തിയിൽ പൊടിഞ്ഞു തുടങ്ങിയ ഒരു പഴയ തിരിഹൃദയത്തിൻ്റെ രൂപം. എന്നെ കെട്ടിപ്പിടിച്ച് അമ്മ പറയും, മോനിങ്ങനെ നോക്കി നിന്നാൽ അമ്മയ്ക്ക് നാണക്കേടാ, മോൻ പ്രാർത്ഥിച്ചാൽ മതി, വളർന്നു വരുമ്പം ഈശോ തരും. മോൻ നോക്കി നിന്നാൽ അമ്മയ്ക്ക് നാണക്കേടാ, മോൻ പ്രാർത്ഥിച്ചാൽ മതി, വളർന്നു വരുമ്പോൾ ഈശോ തരും. അമ്മ മാവ് വെച്ചിട്ടില്ല, അമ്മ ഏത്തവാഴ നട്ടിട്ടില്ല. അമ്മയുടെ ഉറപ്പ് ദൈവം തമ്പുരാൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റിലാണ്. ആ ഒറ്റ ഉറപ്പിലാണ് പറയുക. പറഞ്ഞത് 4 പതിറ്റാണ്ട് മുമ്പ് നിരക്ഷരയായ ഗ്രാമീണ അമ്മ. ഇന്ന് ഞാൻ ഓർക്കുക, ആ അമ്മ പറഞ്ഞതെന്ന് എത്ര കൃത്യമായിട്ട് ഞാൻ അനുഭവിക്കുക. ഇന്ന് ലോകം മുഴുവൻ ഞാൻ പറന്ന് നടന്ന് ഞാൻ നടാത്ത എത്ര മാവിൻ്റെ മാങ്ങായ ഇന്ന് ഞാൻ പൂളിപ്പോടി തിന്നുന്നത്. ഞാൻ വെക്കാത്ത എത്ര വാഴയുടെ വാഴയ്ക്കായ തൊലി പൊടിച്ചടിച്ച് അകത്തോട്ട് കയറ്റുമ്പം അതുകൊണ്ട് അമ്മ പറഞ്ഞ വാക്ക്, മോൻ പ്രാർത്ഥിച്ചാൽ മതി, തമ്പുരാൻ തരും. ഇതാണ് വിശ്വാസം, ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ച. എൻ്റെ കയ്യിൽ ഒരു ബ്രൈറ്റ് ലൈറ്റ് ടോർച്ചുണ്ട്. ഞാനിപ്പം താമസിക്കുന്ന ഉടവൂരിലെ ഞങ്ങളുടെ ആശ്രമത്തിലാണ്. എൻ്റെ ആശ്രമത്തിൽ നിന്ന് നീട്ടിയടിച്ചാൽ 2 ഫർലോങ് ദൂരെ മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ വീടിൻ്റെ ഭിത്തിയെ ചെന്ന് മുട്ടുന്ന ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച്. ഒരു രാത്രി 11 മണിക്ക് വീടിൻ്റെ ആശ്രമത്തിൻ്റെ ടെറസേ കയറിയിട്ട് ഈ ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് ഞാൻ മുകളിലേക്ക് അടിച്ചു നോക്കുന്നു. ഉടനെ കൂടെയുള്ള അച്ഛന്മാർ ചോദിക്കുക, എന്നാ ജോസഫ് അച്ഛാ തപ്പുന്നത്? ഇവനെ മിണ്ടാതിരി, വല്ല ഉൽക്കയെങ്ങാനും പോകുന്നുണ്ടോയെന്ന് ഞാൻ ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് വെച്ച് അടിച്ചു നോക്കുക. ബ്രൈറ്റ് ലൈറ്റ് ടോർച്ചിനപ്പുറത്താണ് ഉൽക്കകളുടെ ലോകം. ഞാൻ എന്തോ കുറച്ച് പഠിച്ചു, ഒരു ജോലിയായി അമേരിക്ക വന്നു. പിന്നെ